ഒരഴിമതിയും എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടാവില്ല, എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അതുറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഫ്ലൈറ്റിൽ പോകാൻ വേണ്ടി എയർപോർട്ടിലേക്ക് വന്നിറങ്ങുകയാണ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ മാധ്യമപ്രവർത്തകരിങ്ങനെ കൂട്ടം കൂടി നിന്നിട്ടുണ്ട്. PB യോഗത്തിന് പോവുകയാണ് ഞാൻ. വളരെ വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ആളെ മറവിൽ നിന്നിട്ടാണ്. ആരാ ചോദിച്ചതെന്ന് എനിക്കറിയില്ല. തിരിച്ചു വരുമ്പം PB മെമ്പർ ആയിരിക്കുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് കാണട്ടെ, ഒന്ന് ഇങ്ങോട്ട് നിന്നാട്ടെ. പക്ഷേ അയാൾ പിന്നെ വീണ്ടും ഉള്ളോട്ട് പോകുന്നതാണ് കണ്ടത്, ഇങ്ങോട്ട് നിന്നില്ല. എന്തെല്ലാം കണ്ടതാണ് ഞാൻ. നിങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ അന്നൊന്നും എനിക്കൊരു കൂസലുണ്ടായില്ലല്ലോ. എന്തുകൊണ്ടാണ് കൂസലില്ലാതിരുന്നത്? അതിതുകൊണ്ട് തന്നെയാണ്. എന്നെ ഇതൊന്നും വേശില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ആരോപണങ്ങളെ അല്പം പരിഹാസത്തോടെ നേരിടുന്നതിന് എനിക്ക് കഴിഞ്ഞത്, ശാന്തമായി നേരിടാൻ കഴിഞ്ഞത്. എത്ര വർഷമായി ഈ രീതിയിൽ തുറന്നിട്ട്? ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഒരിക്കൽ എന്നോട് ചോദിക്കുകയുണ്ടായി, ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദ സംഭാഷണത്തിലാണ്, അല്ല നിങ്ങളെപ്പറ്റി ഇങ്ങനെ അഴിമതിയുടെ ഭാഗമായിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ, അഴിമതിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും വന്നാൽ നിങ്ങളുടെ സമീപനം എന്തായിരിക്കും? ഞാൻ പറഞ്ഞ ഒരാളെ അയച്ചു നോക്കുക, അദ്ദേഹം മനസ്സിലാവുമല്ലോ. ഒന്ന് അയച്ചു നോക്ക് നിങ്ങൾ ആരെയെങ്കിലും. ആരും വന്നാണ്ടില്ല. ഇതൊക്കെ ശരിയായ രീതിയിൽ നേരിടാൻ ഞങ്ങൾക്കറിയാം എങ്ങനെ നേരിടണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്, ഒരഴിമതിയും എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടാവില്ല, എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അതുറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.